യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ സംഭാഷണവും പെരുമാറ്റവുമൊക്കെ എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. വിശുദ്ധ പൗലോസ് കൊളോസ്സാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വചനങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണയുള്ളതും കൃത്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: നമ്മുടെ സംസാരവും കരുണയുള്ളതും കൃത്യവുമായിരിക്കട്ടെ എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സംസാരവും പെരുമാറ്റവും പ്രവൃത്തികളും എപ്രകാരമായിരിക്കണമെന്നാണ് ഈ 2 വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, പ്രവൃത്തികളൊക്കെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂത്തിന് വേണ്ടിയുള്ള ഒരു ധ്യാനത്തിൽ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ ധ്യാനത്തിലെ ക്ലാസ് കൂടിയ ഒരു യുവാവ് എന്നോട് സംസാരിച്ചു. നമുക്കറിയാം, ന്യൂ ജനറേഷനാണ്, അതുകൊണ്ട് ആ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പം ഇന്ന് പലപ്പോഴും യുവാക്കന്മാരുടെയും യുവതികളുടെ ഇടയിൽ നിന്നൊക്കെ വരാറുള്ളത്. ആ യുവാവ് എന്നോട് പറഞ്ഞു, ഈശോ കരുണാമയനായ ഒരു വ്യക്തിയല്ലേ, ഈശോ കരുണയുള്ള ഒരു വ്യക്തിയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്വേഷവും വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ധ്യാനം കൂടി കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഈശോ നമ്മളോട് ക്ഷമിച്ചു കൊള്ളും. പിന്നീടും നമുക്ക് ദേഷ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ അവരുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, അത് തീർത്ത ശേഷം വീണ്ടും ഒരു ധ്യാനം കൂടി നല്ലൊരു കുമ്പസാരമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഈശോ വീണ്ടും നമ്മളോട് ക്ഷമിച്ചു കൊള്ളും. ദൈവത്തെ പോലും പരീക്ഷിക്കാമെന്ന് കരുതുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. ദൈവത്തെ പോലും പരീക്ഷിക്കാമെന്ന് കരുതുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വെറുപ്പ് സൃഷ്ടിച്ച പാടുകളെ മായ്ച്ചു കളയുവാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരികയല്ല. ഞാൻ ചെറിയൊരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്താം. തൻ്റെ 10 വയസ്സുള്ള മകൻ, അദ്ദേഹം ഭയങ്കര ദേഷ്യമാണ്, മുൻകോപമാണ്. ഇതുമൂലം ഇവനെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ പിതാവ് ആ മകൻ്റെ കയ്യിൽ ഒരു ചുറ്റികയും കുറേ ആണികളും എടുത്ത് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നുന്ന സന്ദർഭങ്ങളിൽ നീ വീടിൻ്റെ ചുറ്റുമതിലിൽ ഓരോ ആണികളും തറയ്ക്കണമെന്ന്. സ്കൂൾ ജീവിതത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ അവന് 25 ആണികൾ തന്നെ ഒരു ദിവസം തന്നെ അവൻ തറയ്ക്കേണ്ടി വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യവും വികാരമൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിച്ചു. ഒരാണി പോലും തറയ്ക്കാത്ത ഒരു ദിവസം അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഒരാണി പോലും ആ ചുറ്റുമതിലേൽ തറച്ചിട്ടില്ല എന്ന്. ആ പിതാവ് അതിനുശേഷം ഈ മകനോട് തുടർന്നു, ഇനി നിനക്ക് ദേഷ്യം തോന്നാത്ത ദിവസങ്ങളിൽ നീ ആ ചുറ്റുമതിലിൽ തറച്ചിരിക്കുന്ന ആണികളെല്ലാം തിരികെ ഊരണമെന്ന്.
സ്നേഹമുള്ളവരെ, 61 ദിവസം കൊണ്ടാണ് ആ മകന് ആ ആണികളെല്ലാം തിരികെ ഊരുവാനായിട്ട് സാധിച്ചത്. ഈ ആണികളെല്ലാം തിരികെ ഊരി കഴിഞ്ഞപ്പോൾ പിതാവ് ആ മകനെ ആ ചുറ്റുമതിലിന്റെ അടുക്കെ കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, നീ സൃഷ്ടിച്ച ആണികളൊക്കെ നിനക്ക് ഊരുവാനായിട്ട് സാധിച്ചു, എന്നാൽ അത് വരുത്തിയ പാടുകൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളുമൊക്കെ ഇതുപോലെയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരോട് വെറുപ്പും ദേഷ്യവും വിദ്വേഷമൊക്കെ നമുക്ക് പുലർത്തുവാനായിട്ട് സാധിക്കും, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെയൊക്കെ. എന്നാൽ അത് വരുത്തുന്ന പാടുകൾ പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുവാനായിട്ട് നമുക്കൊന്നും സാധിക്കുകയില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ആദ്യത്തെ പിറന്നാളായിരുന്നു. ഈ പിറന്നാൾ ദിവസം ഞാൻ മറന്നുപോയി. പിറന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യാസമയമായപ്പോൾ അവളെന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ പിറന്നാൾ ആയിരുന്നു എന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഇവൾക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സന്ധ്യ ആയല്ലോ, നേരത്തെ അറിഞ്ഞിരുന്നേൽ നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചു തരാമായിരുന്നു. സ്നേഹമുള്ളവരെ, അതിന് ഈ സംഭവം കഴിഞ്ഞ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയിൽ ഇവള് ഈ പഴയ കാര്യം ഇങ്ങനെ എടുത്തിട്ടു. ഇവള് പറഞ്ഞു, ഈ ലോകത്തില് വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ആദ്യത്തെ പിറന്നാള് ഓർക്കാത്ത ഏക ഭർത്താവ് നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ അന്ന് ഒരു ഐസ്ക്രീം എങ്കിലും എനിക്ക് വാങ്ങി തന്നിരുന്നേല് എനിക്ക് വിഷമമില്ലായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ആ മുറിപ്പാട് അവളിൽ നിന്ന് മായ്ക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. കാരണം എൻ്റെ വിവേകമില്ലാത്ത പ്രവൃത്തി കൊണ്ട് അവളുടെ മനസ്സിൽ ഒരു മുറിപ്പാട് ഞാൻ വരുത്തി വെച്ചു. അത് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് മായ്ച്ചു കളയുവാനായിട്ട് സാധിക്കാത്തതായ അവസ്ഥ. മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തില് ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനികളും തിരിച്ചറിയേണ്ട ഒരു വചനഭാഗമാണിത്. ഓരോ ക്രിസ്ത്യാനികളും തിരിച്ചറിയേണ്ട, തൻ്റെ സംഭാഷണത്തിലൂടെ, പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംസാരമോ പെരുമാറ്റമോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വരുത്തുവാൻ പാടില്ല. സ്നേഹത്തിൻ്റെതായ ഒരു കരുണയുടേതായ ഒരു മാർഗത്തിലൂടെയാണ് ഞാൻ എല്ലാവരെയും എന്നോട് ചേർത്ത് നിർത്തേണ്ടത്. ദൈവ സ്നേഹത്തിലേക്ക്, ഈശോ കാണിച്ചു തന്ന സ്നേഹവലയത്തിലേക്ക് ചേർത്ത് നിർത്തുവാനാണ് ഈശോ നമ്മളോടൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതിന് തുടക്കം കുറിക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഇതിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ലൈഫ് ഓഫ് ജോസുകുട്ടി എന്ന് പറയുന്ന മലയാള സിനിമയിൽ അതിൻ്റെ കഥാകാരൻ ജോസുകുട്ടി പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഓരോ പാഠങ്ങളാണ്. ഈ ജീവിതം, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ്. സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഓരോ വ്യക്തികളും ഓരോ പാഠങ്ങളാണ്. ഈ പാഠങ്ങളെല്ലാം പഠിച്ച് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഇടം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ഈ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് എൻ്റെ സംഭാഷണത്തെ, എൻ്റെ പ്രവൃത്തി മേഖലയൊക്കെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരണം. കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരണം. ഭർത്താവ് ഭാര്യയ്ക്ക് പാഠമായി തീരണം. ഭർത്താവും ഭാര്യയും മക്കൾക്ക് മാതൃകയുള്ളവരായി തീരണം. ഈ മാതൃകയുള്ള കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനും സമൂഹത്തിനും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, മാതൃകയുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാനായിട്ട് നമുക്ക് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരമരുതി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ
എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും സ്നേഹമന്ദിരം എന്ന് പറയുന്ന ആതുരാലയത്തിന് തുടക്കം കുറിച്ചു. തെരുവിൽ കിടക്കുന്ന മാനസിക വൈകല്യമുള്ളവരെയും മനോരോഗികളെയും മന്ദബുദ്ധികളെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ആഹാരം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവരെ നോക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പപ്പായും മമ്മിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും പ്രവർത്തനത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇപ്രകാരം പഠിക്കുന്നുണ്ട്: നീ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും അവശ നിലയിൽ കാണുകയാണെങ്കിൽ ആദ്യം ആ വ്യക്തിയെ പരിഗണിക്കണം. അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ദൈവം നിന്റെ ബലി സ്വീകരിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പായും അമ്മയും ചെയ്യുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ സ്നേഹമുള്ളവരെ, പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. എൻ്റെ കൂട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെ പറഞ്ഞത്, നിന്റെ പപ്പ പെട്ടെന്ന് കാശുണ്ടാക്കുവാൻ വേണ്ടി തെരുവിൽ കിടക്കുന്ന ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ വൃക്ക വിറ്റാണ് നിങ്ങൾ ജീവിക്കുന്നത്. കള്ളപ്പണക്കാരൻ്റെ മകൻ എന്നായിരുന്നു എന്നെ പരിഹാസത്തോടു കൂടി എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ അധ്യാപകൻ എന്നോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് എനിക്ക് ആൻസർ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ അധ്യാപകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇന്നലെ നീ നിൻ്റെ പപ്പായുടെ കൂടെ വൃക്ക എടുക്കാൻ പോയത് കൊണ്ടാണോ നീ പഠിക്കാതെ വന്നതെന്ന്. ഞാൻ വീട്ടിൽ വന്ന് മമ്മിയോട് പറയും. മമ്മിയും ഞാനും ഒരുമിച്ചിരുന്ന് കരയും. തുടർന്ന് മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ എത്തിയപ്പോൾ എന്നോടുള്ള പരിഹാസത്തിൻ്റെ രീതിയൊക്കെ മാറി. ഞങ്ങളുടെ സ്നേഹമന്ദിരമൊക്കെ അത്യാവശ്യം വളർന്നു. അന്തേവാസികളുടെ എണ്ണമൊക്കെ കൂടി. സ്ത്രീകളായ അന്തേവാസികളൊക്കെ കുറേ കടന്നു വന്നു. അപ്പോൾ അവിടെ എന്താ പറയുക, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നത് ഇതൊരു വ്യഭിചാര ആലയം എന്നാണ് പറയുന്നത്. നിന്റെ പപ്പ കാശിന് ഇവിടെയുള്ള സ്ത്രീകളെ വിറ്റ് അതുകൊണ്ടാണ് നീയും നിന്റെ കുടുംബവും ജീവിക്കുന്നതെന്ന് പറഞ്ഞ എന്നോട് പരിഹസിക്കുന്നത്. വേദനയോടുകൂടി ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്നേഹമുള്ളവരെ, എൻ്റെ മാതാപിതാക്കന്മാര് എന്നോട് ചേർന്ന് സഹതപിക്കുവാനായിട്ട് അവർ തയ്യാറായി. എൻ്റെ വേദനകളെ അവരും സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി. ഞാൻ പരാജയപ്പെട്ടു പോകുമ്പോൾ, അല്ലെ ഞാൻ തകർന്നു പോകുന്ന അവസരങ്ങളിൽ എനിക്ക് ബലം നൽകി എൻ്റെ കൂടെ നിന്നത് എൻ്റെ മാതാപിതാക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, എൻ്റെ പഠനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സ്നേഹമന്ദിരത്തിലെ പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. സ്നേഹമന്ദിരത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് സേവനം ചെയ്യുവാനായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളോടും എൻ്റെ പപ്പായും മമ്മിയും പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്: ഇവിടെ മാനസിക രോഗിയായിട്ട് അല്ലെ മന്ദബുദ്ധിയായിട്ട് കഴിയുന്ന ഇവർക്ക് സ്വർഗം ലഭിക്കുവാനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഇവരുടെ മരണം മാത്രമാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ എനിക്കും പപ്പായ്ക്കും ഇവിടെ സേവനം ചെയ്യുന്ന ആർക്കും സ്വർഗം ലഭിക്കുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടു കൂടിയാ ഇന്നും സ്നേഹമന്ദിരത്തിൽ ഞാനും അനേകം പേരും അവിടെ സേവനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് മകനെ, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അശരണരായ ആലംബഹീനരായ ആളുകളോട് ചേർന്ന്, എൻ്റെ മാതാപിതാക്കന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാനാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചറിഞ്ഞതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവിടെ മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് സ്നേഹമുള്ളവരെ, ഈ വേദിയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രവർത്തനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ പങ്കുവെച്ച് നൽകിയ സംഭാഷണങ്ങൾ, പ്രവൃത്തികളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അവർ കാണിച്ചു തന്ന സ്നേഹപൂർവമായ പെരുമാറ്റങ്ങളാണ് എന്നെ അനുഗ്രഹമുള്ള ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നത്. ഇന്ന് ഇവിടെ ധ്യാനിക്കുമ്പോൾ അല്ലെ, ഈ ശാലോം എന്ന് പറയുന്ന ഈ സംരംഭം നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ എല്ലായിടങ്ങളിലും ഈ ശാലോം TV എത്തപ്പെട്ടിരിക്കുക.
ഈ ശാലോം ടീ ഇങ്ങനെ ലോകത്തിൽ എല്ലായിടത്തും എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ, ഇതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോടും ഇവിടെ കടന്നെത്തുന്ന വ്യക്തികളോടും സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് കൊണ്ടും പെരുമാറുന്നത് കൊണ്ടുമാണ് ഇതിനെ ദൈവം അത്ഭുതകരമായിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ദൈവത്തിന് യോഗ്യമായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും അല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കൃഷി മേഖലയിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, കലാലയ ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിൽ എൻ്റെ സംഭാഷണവും പെരുമാറ്റവും ദൈവത്തിന് യോജിച്ച രീതിയിൽ ഉള്ളത് ആകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന് യോജിച്ച സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും ഉയർത്തിക്കൊണ്ടുവരുവാനും വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹീതനായ ഒരു മാർപ്പാപ്പയെ ദൈവം നൽകി. തൻ്റെ അജഗണങ്ങളോട് കരുണ കാണിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്ത അനുഗ്രഹീതനായ ഒരു മാർപ്പാപ്പ. ഈ കരുണയുടെ വർഷം പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചു. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ പറയുന്ന ഒരു വാചകമുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയെ അവന് വയറു നിറയെ ആഹാരം നൽകിയത് കൊണ്ട് മാത്രം അവൻ്റെ വിശപ്പടക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവനോടുള്ള എൻ്റെ സംഭാഷണവും പ്രവൃത്തിയും എപ്രകാരമാകോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയോടുള്ള എൻ്റെ കരുണ പൂർത്തിയാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ സമ്പത്ത് നൽകിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയോട് കരുണ കാണിക്കുകയല്ല, അവനോടുള്ള എൻ്റെ സംഭാഷണവും പ്രവൃത്തിയും എപ്രകാരമാകുന്നു അതുകൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അവരിലേക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വചനം ഇപ്രകാരം പറയുക. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തില് 8-ാമത്തെ തിരുവചനത്തില് ഇപ്രകാരം പറയുക: പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി നമ്മൾ മറുപടി നൽകുവാനാണ് പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തില് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ മുമ്പിലേക്ക് കടന്നു എന്ന എല്ലാ വ്യക്തികളോടും ഈശോ വളരെ സ്നേഹത്തോടും അനുകമ്പയോടും കൂടിയാണ് സംസാരിച്ചത്. അനുഗ്രഹമുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഈശോയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതാ സ്നേഹമുള്ളവരെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് വളർത്തിക്കൊണ്ടും ഉയർത്തിക്കൊണ്ടൊക്കെ വരേണ്ടത്. സ്നേഹത്തിൻ്റെതായ, സഹനത്തിൻ്റെതായ, കരുണയുടേതായ ഒരു മാർഗമാണ് നമ്മൾ നമ്മുടെ സഹജീവികളോട് കാണിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്ഷമ കൊടുക്കേണ്ടതായ, ക്ഷമ സ്വീകരിക്കേണ്ടതായ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ജീവിതങ്ങളാണ് സ്നേഹമുള്ളവരെ. നമ്മളെ സംഭാഷണം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം. ആ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെയൊക്കെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ജർമ്മൻ ചിത്രകാരനായ സ്റ്റേൺബർഗ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ക്രൂശിത രൂപനായ ഒരു ഈശോയുടെ ചിത്രം വരയ്ക്കുകയുണ്ടായി. ഈ ചിത്രം വരയ്ക്കുവാനുള്ള ഒരു കാരണമുണ്ട്. അദ്ദേഹം ഈ ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ട് കുറേ നേരം ഈ ചിത്രം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ ചിത്രം വരയ്ക്കുവാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് ഇല്ലാതായി തീർന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഒരു ജിപ്സി പെൺകുട്ടിയുടെ ചിത്രം അദ്ദേഹം വരയ്ക്കുവാനായിട്ട് തുടങ്ങി. ജിപ്സി പെൺകുട്ടി എന്നും ഈ ചിത്രം വരയ്ക്കുന്നതിന് ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വരുമായിരുന്നു. രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഈ ജിപ്സി പെൺകുട്ടി ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നപ്പോൾ ആ മുറിയുടെ ഒരു സൈഡിൽ ക്രൂശിത രൂപനായ ഈശോയുടെ ചിത്രം ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. ഈ ക്രൂശിത രൂപനായ ഈശോയെക്കുറിച്ചൊന്നും ഈ ജിപ്സി പെൺകുട്ടിക്ക് വ്യക്തമായ അറിവൊന്നും ഉണ്ടായിരുന്ന. ഈ ജിപ്സി പെൺകുട്ടി ഈ സ്റ്റേൺബർഗിനോട് ചോദിച്ചു, ഈ വ്യക്തി ആരാണ് എന്ന്. സ്റ്റേൺബർഗ് പറഞ്ഞു, ഇത് ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവാണ് എന്ന്. അപ്പോൾ ഈ ജിപ്സി പെൺകുട്ടി ഈ സ്റ്റേൺബർഗിനോട് ഒരു ചോദ്യവും കൂടെ ചോദിച്ചു,
ഈ ക്രൂശിത രൂപനായ ഈശോ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ ഈ സ്റ്റേൺബർഗ് പറഞ്ഞു, അല്ല, ഈ വ്യക്തി വഴിയാണ് ഈ ലോകം തന്നെ വീണ്ടെടുത്തത് എന്ന്. അപ്പോൾ ഈ ജിപ്സി പെൺകുട്ടി ഈ സ്റ്റേൺബർഗിനോട് ചോദിച്ചു, നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണോ ഈ വ്യക്തി ഈ രീതിയിൽ പാടുപീടുകൾ ഏൽക്കേണ്ടി വന്നത്? ഈ ഒരു ചോദ്യം ഈ സ്റ്റേൺബർഗിനെ ഒരുപാട് ചിന്തിച്ചു. സ്നേഹമുള്ളവരെ, അദ്ദേഹം പൂർത്തിയാക്കാതിരുന്ന ആ ക്രൂശിത രൂപനായ ഈശോയുടെ ചിത്രം പൂർത്തീകരിച്ചു. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പ് കൂടെ ഇപ്രകാരം ചേർത്തു: ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ജർമ്മനിയിലെ ആർട്ട് ഗാലറിയിൽ ഇപ്പോഴും ആ ചിത്രമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളെയൊക്കെ നോക്കി ക്രൂശിത രൂപനായ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, നിനക്ക് വേണ്ടി പാടുപീഡകളേറ്റു, നിനക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റു, പരിഹാസങ്ങളേറ്റു, നിന്ദകളേറ്റു, എന്നിട്ടും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഈ ക്രൂശിത രൂപനായ ഈശോ നമ്മളെയൊക്കെ നോക്കി ചോദിക്കുക. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ പാപം ചെയ്യുവാനായിട്ട് കടന്നു ചെല്ലുമ്പോഴും ഈശോ നമ്മളെ നോക്കി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള വലിയൊരു വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ വചനങ്ങളെ പഠിക്കുകയും വചനങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സംഭാഷണവും പെരുമാറ്റവും എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഈശോ നമുക്ക് വേണ്ടി പാടുപീഡകളും നിന്ദകളും ഒക്കെ സഹിച്ചില്ലേ? പിന്നെ എന്തിനാണ് എൻ്റെ സംസാരം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിനെ ഞാൻ മുറിപ്പെടുത്തുന്നത്? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ ഭാവത്തിലൂടെ എല്ലാവരെയും നമ്മളോട് ചേർത്ത് നിർത്തുവാനായിട്ട്, സ്നേഹത്തിൻ്റെ ഭാവത്തിലൂടെ എല്ലാവരോടും ചേർന്ന് നിൽക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.